सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम +2 कक्षा का प्रश्न पत्र चर्चा करने जा रहा है। पिछले साल में आए प्रश्न पत्र पर हम चर्चा करने जा रहा है, इसलिए सभी दोस्त इस चर्चा में ध्यान दें। ऐसे करने से आपको जवाब या उत्तर कैसे लिखना है इसका जानकारी मिलेगा। हम शुरू करेंगे। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +2 ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ചർച്ച വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. അങ്ങനെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം മനസ്സിലാക്കാനും പരീക്ഷ ഈസിയാകാനും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്ന്, അതായത് ശ്രദ്ധയോടുകൂടി കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തുടങ്ങാം അല്ലേ. സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഹിന്ദിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ ഇതാണ്. 2.5 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷ ടൈം. കൂൾ ഓഫ് ദി ടൈം 15 മിനിറ്റ് ഉണ്ട്. 80 മാർക്കിനാണ് പരീക്ഷ. 80 മാർക്കിനാണ് പരീക്ഷ. 2.5 മണിക്കൂർ 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം ഉണ്ട്. നമുക്ക് ആദ്യം സാമാന്യ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാം. प्रश्नवाचन और चिंतन के लिए 15 मिनट का समय है. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതിനും ആൻസർ എഴുതുന്നതിനുള്ള ഡിസ്കഷനും വേണ്ടിയുള്ള സമയമാണ്. ഡിസിഷൻ എടുക്കേണ്ട സമയമാണ് 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം. उत्तर लिखने से पहले प्रश्नों को अच्छी तरह समझने की कोशिश करें. ഉത്തരം എഴുതുന്നതിന് മുമ്പേ लिखने के पहले प्रश्नों को अच्छी तरह समझना चाहिए. ഓരോ ക്വസ്റ്റ്യനും നല്ലവണ്ണം വായിച്ചു നോക്കണം. എന്താണ് ക്വസ്റ്റ്യൻ കർത്താവ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്ന കാര്യം നല്ലതുപോലെ 2-3 പ്രാവശ്യം വായിച്ചാലേ നമുക്ക് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ആ സ്റ്റെപ്പ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉത്തർ ലിഖനെ സെ പെഹലെ പ്രശ്നവും കോ അച്ചി തരഹ് സമജ്നെ കി കോശിഷ് കരെ. ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സ്കോർ ഓർ സമയ പർ ധ്യാൻ ദേക്കർ ഉത്തർ ലിഖെ. അതായത് സമയവും മാർക്കും നോക്കി വേണം നമ്മൾ ഉത്തരം നൽകാനുള്ളത്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യന്, അതുപോലെ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നാലും അതിന് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, എങ്ങനെയാണ് സമയം ലാഭിക്കേണ്ടത് എന്നുള്ള കാര്യം ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. അതിനാണ് നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ദി ടൈം തന്നിരിക്കുന്നത്. സൂചനയ്ക്ക് അനുസാർ വൈകല്പ്യ പ്രശ്നമൊക്കെ ഉത്തരലിക്കെ. ഇനി ഓരോ സൂചനകൾക്കനുസരിച്ച് നമുക്ക് ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിന് ശരിയായിട്ടുള്ള ആൻസർ ആ ചോയ്സിൽ നിന്ന് എടുത്ത് എഴുതുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാമാന്യ നിയമങ്ങൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സൂചന 1 से 5 तक के प्रश्नों का उत्तर कोष्टक से चुनकर लिखे. 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ബ്രാക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതണം. അത് നമ്മുടെ പാഠവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. അതുകൊണ്ട് ഓരോ പാഠവും ആ പാഠം എന്താണ്, അത് എഴുതിയത് ആരാണ്, ഇപ്പോൾ കവിതയാണെങ്കിൽ കവിത, കഥയാണെങ്കിൽ കഥ, ലേഖനമാണെങ്കിൽ ലേഖനം, ആത്മകഥയാണെങ്കിൽ ആത്മകഥ, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നും ആരെഴുതി, ആ പാഠത്തിൻ്റെ പേര്, അതിലുള്ള കഥാപാത്രങ്ങൾ, ഇതൊക്കെ നിങ്ങൾ വളരെ സസൂക്ഷ്മം വായിച്ച് മനസ്സിലാക്കണം ടെക്സ്റ്റ് ബുക്കിൽ. എന്നാലേ നിങ്ങൾക്ക് 5 ഒൺവേഡും ശരിയാക്കാൻ പറ്റുള്ളൂ. വളരെ എളുപ്പമുള്ളത് തന്നെയായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ज़मीन एक स्लेट का नाम है, किस विधा की रचना है. ज़मीन एक स्लेट का नाम है. ज़मीन एक स्लेट का नाम है, किस विधा की रचना है. ഏത് തരത്തിലുള്ള രചനയാണ് ജമീൻ ഏക്ക് സ്ലേറ്റ് കാ നാം ഹെ. കഹാനിയാണോ, നാടകമാണോ, ആത്മകഥയാണോ?
അത് ആത്മകഥയാണ്. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെതാണ്. അപ്പോൾ ആ ആത്മകഥ നിങ്ങൾ നല്ലപോലെ വായിക്കണം, മനസ്സിലാക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്, അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കരുത്. അപ്പോൾ നമ്മുടെ ജമീൻ ഏക് സ്ലേറ്റ് കാ നാം എന്നത് ആത്മകഥയാണ്. അടുത്ത ശ്രദ്ധിക്കൂ, ഇഷ്ട ദേവ് കാ ഇഷ്ട നൈവേദ്യ ക്യാ ഹേ, ഇത് കവിതയാണ്. നമുക്കറിയാം ONV കുറുപ്പിൻ്റെ കവിത ഡോക്ടർ S തങ്കമണി അമ്മാജി എന്താണ് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം. ആ കവിത നമ്മുടെ ഹിന്ദി VRDG ഹിന്ദി ക്ലാസ്സസിൽ നമ്മൾ ചെയ്ത ഒരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കവിത ഇനിയും നിങ്ങൾക്ക് അതിൻ്റെ ആശയം മനസ്സിലായില്ലെങ്കിൽ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടദേവ് കാ ഇഷ്ട നൈവേദ്യ ക്യാ ഹേ, ഇഷ്ടദേവൻ്റെ ഇഷ്ട നൈവേദ്യം ഏതാണ്? ഗുലാബ് കാ ഫൂൾ, കുമുദ് കാ ഫൂൾ, ആം കാ ഫൂൾ. കിസ്കാ ഫൂൾ ഹേ? കുമുദ് കാ ഫൂൾ, കുമുദ് കാ ഫൂൾ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് വളരെ ഈസിയാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 5 ക്വസ്റ്റിൻ്റെ ആൻസർ അങ്ങനെ കിട്ടും. അങ്ങനെ നമുക്ക് 5 മാർക്ക് നമുക്ക് നമ്മുടെ പോക്കറ്റിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, കവി അനങ്ക് കിസ് കഹാനി കാ പാത്ര ഹേ? നമുക്കറിയാം ഇതൊരു വ്യംഗ്യ കഥയാണെന്നറിയാം, ജയശങ്കർ പ്രസാദിൻ്റേതാണെന്നറിയാം. അപ്പോൾ അതിലുള്ള ഒരു കഥാപാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ കഥയുടെ പേരെന്താണ്? ദവയാണോ, ഫട്ക ഹുവ പീറാണോ, മുർക്കി ഉർഫ് ബുലാക്കി? ഏതാണ്? അത് ദവയാണ് ആൻസർ. നമുക്കറിയാം കവി അനങ്ക് ആ കഥയിലെ കഥാപാത്രമാണ്. അടുത്ത, കൈദി ബാപ്പു കോ കിസ്നെ ഗത്ത് ഭേജ? അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഇതെന്താണ്? ഒരു കത്താണ്. ബേട്ടി എന്താണ് അച്ഛന് അയക്കുന്ന കത്താണ്. അപ്പോൾ ആ കത്ത് വായിക്കുന്നു നമ്മുടെ ആരാണ്? ദില്ലി ഷാഹ് ആരാണ്? ബഹദൂർ ഷാ അദ്ദേഹത്തിൻ്റെ ഇതാണ്. കൈദി ബാപ്പ് കോ കിസ്നെ ഗത്ത് ഭേജ? ആരാണ് എന്താണ് കൈദി എന്ന് പറഞ്ഞാൽ എന്താണ്? കൈദി തടങ്കിലാക്കപ്പെട്ട അച്ഛന് കത്തെഴുതിയത് ബേട്ടിയാണ് അതിൻ്റെ ആൻസർ, ബേട്ടി. ആത്മീ കാ ചേഹര കിസ്കി രചന ഹേ? ആത്മീ കി ചേഹര 3rd ടേമിലുള്ള ഒരു കവിതയാണ്, നമ്മൾ പഠിച്ചതാണ്. ആത്മീ കാ ചേഹര കിസ്കി രചന ഹേ? ആരുടെ രചനയാണ്? അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ആരാണ് എഴുതിയത്, ഇനി കഥയാണെങ്കിൽ കഥയിലെ കഥാപാത്രങ്ങൾ, ഇതൊക്കെ നിങ്ങൾ നല്ലതുപോലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡോക്ടർ J ബാബു, കുംവർ നാരായൺ, അമൃത പ്രീതം ആരാണ്? നമുക്കറിയാം കുംവർ നാരായൺ ജ്ഞാൻപീഠ പുരസ്കാർ വിജേത കുംവർ നാരായൺ ജി കാ ഏക് കവിത ഹേ ആത്മീ കാ ചേഹര. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കും സുഖമായിട്ട് ആ മാർക്ക് കിട്ടുന്നതാണ്. അടുത്ത ശ്രദ്ധിക്കാം, സൂചന കവിതാംശ് പടേ ഓർ ചഹ് സെ 8 തക് കെ പ്രശ്നവും കെ ഉത്തർ ലിഖേ. അടുത്തൊരു കവിതാംശമാണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ പഠിച്ച കവിതയാണ്. ആ കവിതയുടെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കവിയുടെ പേര് നമുക്ക് ഓർമ്മ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി അതിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിത് വായിക്കാം. പാക്കർ മുജിസെ സബി സുഗോം കോ ഹംനെ ഭോഗ തേരാ प्रत्युपकार कभी क्या हमसे होगा, तेरी ही यह देह तुझी से बनी हुई है, बस तेरे ही सुरस सार से सनी हुई है, फिर अंध समय तू ही इसे अजल देख अपनाएगी, हे मातृभूमि यह अंध में തുജുമയും ഹി മിൽ ജായേഗി. അവസാനം തന്നെ ആ കവിതയുടെ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും ഈ കവിത ഏതിൽ നിന്ന്, ഈ വരികൾ എവിടെ നിന്നുള്ളതാണ്? മാതൃഭൂമി എന്ന കവിതയിലുള്ളതാണ്. ആരാണ് അത് എഴുതിയത്? മൈഥിലി ശരൺ ഗുപ്ത് അല്ലേ, നമ്മുടെ രാഷ്ട്രകവി എന്നൊക്കെ അറിയപ്പെടുന്ന മൈഥിലി ശരൺ ഗുപ്തിൻ്റെ കവിതയാണ്.
മാതൃഭൂമി എന്ന കവിതയിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം പറയുന്നത് മാതൃഭൂമി, അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് പ്രചോദനം നൽകുന്നതിന് വേണ്ടി എഴുതപ്പെട്ട കവിതയാണ്. അപ്പോൾ പ്രചോദനം നൽകുന്നതിന് വേണ്ടി എഴുതപ്പെട്ട കവിതയാണ്. ആ കവിതയിലുള്ള വരികളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് അടുത്ത് നോക്കാം. നമുക്ക് ദേഹ് ശബ്ദ കാ സമാനാർത്ഥി കോൺസാ ഹെ. ദേഹ് എന്ന് പറഞ്ഞ വാക്കിന് പകരം വേറൊരു വാക്ക് ഈ കവിതയിൽ വന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് നമ്മൾ എടുത്തെഴുതണം ബ്രാക്കറ്റിൽ നിന്ന്. ആകാശ്, ശരീർ, സമുദ്ര. ഏതാണ്? ഈസിയിൽ ശരീറാണ് അതിൻ്റെ ആൻസർ. तेरा प्रत्युपकार कभी क्या हमसे होगा. കവി ഇസ് പ്രകാർ ക്യോം സോച്ചതാ ഹെ. കവി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത്? എങ്ങനെ? തേര പ്രത്യുപകാർ, നിന്റെ പ്രത്യുപകാരം, കവി ക്യാ ഹംസെ ഹോഗ, നമുക്കും ഉണ്ടാകുമോ എന്ന് അതേ പ്രത്യുപകാരം, അതായത് ഭാരതാംബയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവൻ നൽകി. അവരെന്ത് ചെയ്തു? ബലി ചടാക്കർ ഭാരതಕ್ಕೆ ആസാദി ദിലായി ഹെ. ഇസ്ലിയെ കവി ഐസെ സോച്ച് രഹാ ഹെ. അതുകൊണ്ടാണ് കവി ഇങ്ങനെ ചിന്തിച്ചത്. തേരാ പ്രത്യുപകാർ കവി ക്യാ ഹംസെ ഹോഗ. നിന്റെ പ്രത്യുപകാരം എന്താണ്? കവി ക്യാ ഹംസെ ഹോഗ, നമുക്കും കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. കവി ഇസ് പ്രകാർ ക്യോം സോച്ചതാ ഹെ ക്യോങ്കി आज़ादी के लिए लड़ने वाले लोगों ने अपने तन मन और को त्याग कर आज़ादी दिलाने के लिए लड़ रहा है. इन वीर सपूतों के लिए है. इस अवश्य हमारे मातृभूमि इसका प्रत्युपकार के ज़रिए हमको आज़ादी मिल जाएगा. കവിതാംശയ്ക്ക് ആസ്വാദന ടിപ്പണിയിലൊക്കെ കവിതയുടെ ആസ്വാദന ടിപ്പണി ഏതാനാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം ആസ്വാദന ടിപ്പണി എങ്ങനെയാണ് തയ്യാറാക്കാനുള്ളത്. അതായത് കവി പരിചയം കൊടുത്തിട്ട് വേണം നമ്മൾ എഴുതാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി എന്താണ് ഇത് മൈഥിലി ശരൺ ഗുപ്തജിയുടെ കവിതയുടെ വരികളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? प्रस्तुत पंक्तियां मैथिली शरण गुप्त जी की മാതൃഭൂമി നാമക കവിത से लिया गया है. ആദ്യം നിങ്ങൾ എഴുതേണ്ട സെൻറ്റൻസ് ഇതാണ്. ഏത് കവിതയായിരുന്നാലും നമുക്ക് കവിയുടെ പേര് മാത്രം മാറ്റിയാൽ മതി. സെൻറ്റൻസ് ഇങ്ങനെ എഴുതണം. പ്രസ്തുത പങ്ക്തിയാം ഏത് കവിതയാണോ ആ കവിതയുടെ പേര് സേ ലിയാ ഗയാ ഹെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതണം. അപ്പോൾ ആസ്വാദന ടിപ്പണി ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കഴിവതും ഒരു 3 പാരഗ്രാഫായിട്ട് എഴുതാൻ ശ്രമിക്കുക. 6 മാർക്കിനാണ് നമുക്ക് ആസ്വാദന ടിപ്പണി എഴുതാൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ കഴിവതും 3 പാരഗ്രാഫായിട്ട് ചുരുക്കി എഴുതുക അതിൻ്റെ ആശയം. അവസാനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഭാവം എന്താണ് മനസ്സിലായത് ആ ഒരു മെസ്സേജും കൂടെ നൽകുക. അങ്ങനെ 3 പാരഗ്രാഫായിട്ട് എഴുതണം. ആദ്യം നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. പ്രസ്തുത പങ്ക്തിയാം मैथिली शरण गुप्त जी की मातृभूमि नामक कविता से लिया गया है. इन पंक्तियों में कवि मातृभूमि के बारे में या मातृभूमि की आज़ादी में लड़ने वाले वीरों को प्रेरणा देने के लिए लिखी गई एक छोटी कविता है എന്നൊക്കെ എഴുതുക എന്ന് എഴുതി വരിക. മനസ്സിലായല്ലോ. പിന്നെ ഇതിൽ നിന്ന് പറയാം മാതൃഭൂമി ആപ്കി ഹം ലോഗ് ആപ്കെ സന്താൻ ഹെ तेरी ही यह देग इस शरीर आपने हमको दिया है. बुनी हुई है तुझी से बनी हुई है. भारत से हमारा जन्म हुआ है इसलिए हमको सब कुछ है भारत. ऐसे लिखकर समाप्त करना है. അങ്ങനെ നമ്മൾ എഴുതണം. ഭാരതത്തിനെ പറ്റി പറയണം. പിന്നെ എന്താണ്? ഭാരതത്തിലാണ് നമ്മൾ ജനിച്ചത്. ഈ ശരീരവും എല്ലാം നമുക്ക് സർവസ്വവും കിട്ടിയത് ഭാരതമാണ്. അപ്പോൾ ഭാരത അംബ എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യ സമരം ചെയ്തത്, അത് നേടിയതും എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 6 മാർക്കിന് ചോദിക്കുമ്പം ആസ്വാദന ടിപ്പണിയായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത് നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സൂചന
9 से 11 तक के प्रश्नों में किन्हीं 2 के उत्तर लिखे. 9 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ശ്രദ്ധിക്കണം, ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ നല്ലതുപോലെ അറിയാമെന്നുള്ളത് 9 മുതൽ 11 വരെ. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതുപോലെ അറിയാവുന്ന 2 എണ്ണം എഴുതിയാൽ മതി. ഒന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച് 2 മാർക്കാണ്. അത് ശ്രദ്ധിക്കണം, മാർക്ക് ശ്രദ്ധിക്കണം. 2 × 2 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. അപ്പം 2 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് മാത്രം എഴുതുക. लेखिका को स्कूटर वाला पेड़ जैसे क्यों लगा. ലേഖയ്ക്ക് നമ്മുടെ അമൃത പ്രീതമിന് എന്താണ് ആ സ്കൂട്ടർ റിക്ഷ വാലാക്കോ ക്യോം ഏക്ക് പീർ ജൈസ മില. പീർ എന്ന് പറഞ്ഞാൽ എന്താണ്? സേവകൻ, അത് സന്യാസിയെ പോലെ തോന്നിയത്, അതായത് പരോപകാരിയായിട്ട് തോന്നിയത്. അദ്ദേഹം എന്താണ് എങ്ങനെ സ്കൂട്ടർ ചലാത്തെ ബീച്ചുമേയും दिखने वाले परेशान व्यक्तियों को वो पानी पिलाते हैं और सांत्वना देते हैं. ऐसे एक दिन लेखिका के घर के क्या है अपने दरवाजे के सामने आता है. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം. അപ്പോൾ എന്താണ്, അതായത് അയാൾ റിക്ഷക്കാരനാണ്. അയാൾ എന്താണ് ചെയ്യുന്നത്? ഓരോരുത്തർക്കും എന്താണ് വേണമെന്നുള്ള വെള്ളം, ഇപ്പം ഗർമി ചൂടുകാലം ആകുമ്പോഴത്തേക്ക് എന്താണ് എല്ലാവർക്കും ദാഹം കാണും. അപ്പോൾ ഇയാൾ കരുതിയിരിക്കും, എന്താണ് വെള്ളം കരുതിയിരിക്കും. അപ്പോൾ യാത്രക്കാർക്ക് വെള്ളം നൽകുന്നു, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു പരോപകാരിയാണ്. അതുകൊണ്ടാണ് പീർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലേഖയ്ക്ക് അങ്ങനെ തോന്നിയത്. മനസ്സിലായല്ലോ? दूसरों को परोपकार देने वाले ये व्यक्ति को देखकर, ये स्कूटर वाले को या रिक्शा वाले को देखकर हमारे कहानीकार अमृत प्रीतम को ऐसा लगा है. അടുത്ത क्वेश्चन നോക്കൂ. कल रजिस्ट्री के बाद वह ज़मीन अपनी कहाँ रह जाएगी. रजिस्ट्री के पहले पिताजी को गेत देखने की इच्छा हुई क्यों. कल रजिस्ट्री के बाद वह ज़मीन अपनी कहाँ रह जाएगी. रजिस्ट्री के पहले പിതാജി കോ ഗേത്ത് ദേഖിനേക്ക് ഇച്ഛ ഹുയി ക്യോം. അതായത് ഇത് ഏത് പാഠത്തിലുള്ളതാണ് അത് മനസ്സിലാക്കണം. ഏതാണ്? ज़मीन के नाम पर. ज़मीन एक എന്താണ് स्लेट का नाम है. ज़मीन एक स्लेट का नाम है. किसके आत्मकथा से लिया गया है? हमारे डॉक्टर APJ അബ്ദുൽ കലാം ജി का അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ അംശമാണ്. വഹ് എന്താണ്? ज़मीन एक स्लेट का समान है. അതിൽ ഒരു സന്ദർഭമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് കല്യാണത്തിൻ്റെ സമയത്ത് എന്താണ് ഭൂമി എഴുതി കൊടുക്കുന്ന ആ സമയത്ത് അല്ലേ, രജിസ്ട്രി കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ, അതായത് അബ്ദുൽ കലാമിൻ്റെ അച്ഛന് എന്താണ് ഈ ഭൂമിയിൽ യാതൊരുവിധ അധികാരവുമില്ല. അപ്പോൾ അദ്ദേഹം ഈ ഭൂമി, അതായത് നാളെ ആയി കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്കുള്ളതായി പോവും. അപ്പോൾ ഇന്ന് തന്നെ അത് ഒന്നും കൂടെയൊക്കെ നോക്കണം എന്ന്, പാഠമൊക്കെ ഒന്നും കൂടെ നോക്കണം എന്ന് അച്ഛന് ആഗ്രഹം തോന്നിയത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചത്. ക്യോങ്കി ഏതോ अपने बचपन से ही उनका जन्म भी इस गेत में हुआ है. इस गेत में कठिन मेहनत करके सभी फसलें काटी है और इन फसलें गाकर जिंदगी बिताते हैं. ऐसे पालन करने वाले ये ज़मीन या ये खेती कल दूसरे के लिए रजिस्ट्री कर रहे हैं. अपनी बेटी है लेकिन दूसरे को देने के लिए तैयार है. दूसरे इस गेत में देखने का और इसे पालन करने का, इससे मुनाफा लेने का भी
ഉൻകാ ഹക്ക് നഹിം ഹൈ ഇസ്ലിയെ. അതായത് വേറെ ഒന്നുമല്ല, കുട്ടിക്കാലം മുതലൊക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലം മുതലൊക്കെ കൃഷി ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഈ ഭൂമിയിലാണ് പണിയെടുത്തത്, ഇവിടെയാണ് വേർപ്പൊഴുക്കി അദ്ദേഹം അധ്വാനിച്ച് ഓരോന്നും സമ്പാദിച്ചത് എന്നാൽ ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവർക്കുള്ളതാണ്. മകളുടെ ആണെങ്കിലും മറ്റുള്ളവർക്കുള്ളതായിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവരാണത് നോക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വേണ്ട റോളൊന്നും ഉണ്ടാകില്ല. അത് കാരണമാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചത്. അടുത്തത്, കൈദി ബാപ്പ് കെ ലിയെ കിസ്ക ഗത്ത് ആസുനാമ. കൈദി ബാപ്പ് കെ ലിയെ കിസ്ക ഗത്ത് ആസുനാമ എന്ന് പറഞ്ഞാൽ കണ്ണീർ അണിയിച്ചത്, അതായത് കരയിപ്പിച്ചത്. അപ്പോൾ ഇത് ഏത് പാഠത്തിലുള്ളത് നിങ്ങൾക്കറിയാം. ബേട്ടി കെ നാം ബഹദൂർ ഷാഹിൻ്റെ ആണ്. ബഹദൂർ ഷാഹ് അദ്ദേഹത്തിനെ കൈദിയാക്കി, അതായത് ബന്ദിയാക്കി കാരാഗ്രഹത്തിൽ ബ്രിട്ടീഷുകാർ അടച്ച ആ സമയത്ത് മകൾ അയച്ച ലെറ്ററാണ്. ആ ലെറ്റർ വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കൈദി ബാപ്പ് കേലിയെ കിസ്ക ഗത്ത് ആസുനാമ ബേട്ടി കാ ഖത്ത് ക്യോം, എന്തുകൊണ്ടെന്നാൽ ബേട്ടിക്കോ देख नहीं पाते और दिल्ली के लोगों पर अंग्रेज़ों ने किए गए अत्याचारों के बारे में सोचते समय ऐसा महसूस किया. അതായത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ അദ്ദേഹം ബന്ദിയാണ്, അപ്പം മകളെ കാണാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല, ദില്ലിയിലുള്ള ആൾക്കാർക്കിടയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ ക്രൂര താണ്ഡവം, അതൊക്കെയാണ് അദ്ദേഹം ഓർമ്മിച്ചത്. അങ്ങനെയാണ്. അടുത്ത നോക്കൂ, സൂചന. 12 से 15 तक प्रश्नों में से किन्हीं 3 के उत्तर लिखे. അതായത് 12 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യനുകളിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതണം. 3 × 4 12 മാർക്കാണ്. 3 മാർക്കാണ്. 3 മാർക്ക് ഉള്ള ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കണം. 12 തൊട്ട് 15 വരെയുള്ള ക്വസ്റ്റ്യനുകൾ കിൻഹി 3 എണ്ണം എഴുതണം. 3 × 4 അപ്പം 4 മാർക്കാണ്. 3 എണ്ണം എഴുതണം. 12 മാർക്ക് കിട്ടും. നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ഈ കഥൻ പടേ और രജുവന്തി के ചരിത്ര पर टिप्पणी लिखी. അപ്പോൾ രജുവന്തി ഏത് കഥയിലെ കഥാപാത്രമാണ് നമുക്കറിയാം. മുർക്കി ഉർഫ് ബുലാക്കി, അതായത് അമൃത പ്രീതമിൻ്റെ കഥയിലുള്ള പ്രധാന കഥാപാത്രമാണ് രജുവന്തി അറിയാൻ നിങ്ങൾക്ക്. വളരെ പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയായി എത്തുന്ന ആ പെൺകുട്ടിയെ അവർ സ്വന്തം മകളെ പോലെ കാണുന്നതും അങ്ങനെ അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം അവൾ ഒരാളുടെ ഒളിച്ചോടി പോകുന്നു. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? വീണ്ടും അവൾ തിരികെ വരുന്നു. പക്ഷേ എന്ത് ചെയ്യുന്നു? നമ്മുടെ രജുവന്തി അവളെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം മകളെപ്പോലെ തന്നെയാണ്. മകൾക്ക് ഇതേപോലത്തെ അവസ്ഥ ഉണ്ടായാൽ എന്താണ് ഒരു അമ്മ ചെയ്യുന്നത്, അതേപോലെയാണ് രജുവന്തി ചെയ്തത്. സ്നേഹത്തോടു കൂടി അമ്മ അവളെ, അതായത് നമ്മുടെ രജുവന്തി വിളിക്കുന്നത് മുറുക്കി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ കഥ നിങ്ങൾ നല്ലപോലെ വായിക്കുക. ആ കഥയിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ ഉണ്ടാകും. ശ്രദ്ധിക്കുക. मेम प्यार से पॉइंट इതാണ്. मेम प्यार से उसकी मुर्गी बुलाती थी. रजवंती उसे प्यार से मुर्गी बुलाती थी. कभी बुलाती तो कभी मुर्गी, क्योंकि बड़े लाडली से प्यार से उसे पालन किया था. किसी दयालु व्यक्ति के राह का भाड़ लेकर लौट आए. उस समय जब ये लड़की दूसरे आदमी के साथ भाग लिया, लेकिन वो आदमी उसे छोड़ लिया. കൊണ്ടുപോയി പിടിച്ചു കല്യാണം കഴിഞ്ഞ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവ ഉപേക്ഷിച്ചു. അങ്ങനെ ഒരു വ്യക്തി, ഒരു വഴിയാത്രക്കാരൻ രാഹ് കാ ഭാഡ ലേക്കർ ലൗട്ടായി തിരികെ വന്നു. നഹിം തോ ന ജാനെ കഹാം ഫടക്തി, എവിടെയൊക്കെ അവൾ കറങ്ങി തിരിഞ്ഞ് നടന്നു എന്നൊന്നും ആർക്കും അറിഞ്ഞൂടെ. എങ്ങനെ അവൾ തിരിച്ച് എത്തി. മേരെ ജീത്തെ ജി കബി കോയി മുജിസെ യഹ് ചാബി നഹിം ചീനേഗ. അപ്പോൾ
അവരുടെ കയ്യിലുള്ള എല്ലാം അപഹരിച്ചു. എന്നിട്ട് എന്താണ് അവരെ ഒരു റൂമിൽ ആക്കുകയാണ്. കൊണ്ടുപോയ ആ വ്യക്തി അവളുടെ കയ്യിലുള്ള എല്ലാം അപഹരിച്ചു. എന്നിട്ട് അവളെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ഒരു വഴിയാത്രക്കാരൻ്റെ സഹായത്തോടു കൂടി തിരികെ അവൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അതാണ് ആ സന്ദർഭം വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത്? രജുവന്തി एक भोला भाली नारी है, वो क्या है, अपने घर में काम करने के लिए आए लड़की को अपने बेटी जैसा देखता है और संभालती है, उनके लिए सब कुछ करती है और भाग जाने एक आदमी के साथ भाग जाने पर भी वो अपने बेटी की तरफ देखकर उसे समझाती है, उसे उसके लिए मदद करती रहती है. ഇതാണ് ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? അവരൊരു ഭോല അതായത് ഒരു നിഷ്കളങ്കമായ സ്ത്രീയാണ്. അവരെന്താണ് ചെയ്തത്? അപ്പം ജോലിക്ക് വന്ന പെൺകുട്ടിയെ നല്ല കണ്ടത്, എന്താണ് സ്വന്തം മകളെ പോലെയാണ് വളർത്തിയത്. അപ്പം നല്ല ചരിത്രമാണ്. ഉൻകാ ചരിത്ര ബഹുത് അച്ഛാ ഹൈ, ബഹുത് അച്ഛാ ചരിത്ര ഹൈ. അച്ഛാ ചരിത്ര നിഭാനെ വാലി ഏക് നാരി പാത്ര ഹൈ രജുവന്തി. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി സമർത്ഥിക്കുക. അടുത്ത് നോക്കൂ, ഹൈക്കു പടേ ഓർ ഭാവാർത്ഥത്തിലേക്ക്. എന്താണ് ഹൈക്കു? വളരെ ചെറിയ കവിത, അതായത് ഒരു ക്യാപ്സ്യൂൾ കവിത എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഈ കാലഘട്ടത്തിൽ എന്താണ്, ആൾക്കാർക്ക് വായിക്കാൻ സമയമില്ല, ആർക്കും ബുദ്ധിമുട്ടാൻ സമയമില്ല. അപ്പോൾ എന്താണ്, യാത്രയുടെ സമയത്തായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യത്തിനിടയിൽ 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 3 സെൻറ്റൻസ് അല്ലെങ്കിൽ 3 വരി ഇതിലുള്ള കവിതകൾ, അങ്ങനെയുള്ളതിനെയാണ് ക്യാപ്സ്യൂൾ കവിത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹൈക്കു കവിതയാണ്. ഈ കവിത ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാളിൻ്റെ എന്താണ് ഹൈക്യു ആണ്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് 2-3 എണ്ണം ഒരു ഉദ്ദേശം ഒരു 4-5 എണ്ണം കാണും. അപ്പോൾ അതിലുള്ള ഒരു ഹൈക്യു ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഭാവാർത്ഥം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്, പ്രസ്തുത ഹൈക്യു ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാൾ, പ്രസ്തുത ഹൈക്യു ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാൾ ജി ദ്വാര രചിത് ഹെ എന്ന് എഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് കണ്ട ഉടനെ നമുക്ക് ആ കവിയുടെ പേര് എവിടെ എഴുതി വയ്ക്കണം. അല്ലെങ്കിൽ അത് എങ്ങനെ എഴുതണം? പ്രസ്തുത പങ്ക്തിയാം, നേരത്തെ നമ്മൾ എഴുതിയുള്ള പ്രസ്തുത പങ്ക്തിയാം ഡോക്ടർ ഭഗവത് ശരൺ അഗ്രവാൾ ജി കി ഹൈക്കു സെ ലിയാ ഗയാ ഹെ. ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നഭ് ഗൂഞ്ചിത്തി നിഡ് ഗിരേ ശിശു പേ മണ്ഡരാത്തി മാ. അതായത് ഒരു മരമായിരുന്നു. നഭ് ഗുഞ്ചാത്തി നഭ് എന്ന് പറഞ്ഞാൽ ആകാശം. നിഡ് ഗിരേ ശിശു പേ, അതായത് താഴെ വീഴുന്ന ഒരു ശിശു ആയിരുന്നാലും അമ്മ എന്ത് ചെയ്യും? വാത്സല്യത്തോടുകൂടി അതിനെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മരമായിരുന്നാലും താഴെ വീണാലും ഈ ഭൂമി ദേവി എന്ത് ചെയ്യുന്നു? അതിനെ സംരക്ഷിക്കുന്നു, അതിന് വേണ്ടതൊക്കെ ചെയ്യുന്നു എന്നാണ് ഇവിടെ അർത്ഥം. മണ്ഡരാത്തി അമ്മ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ചുറ്റും മണ്ഡരാന എന്ന് ചുറ്റി തിരിയുക, അതിൻ്റെ ചുറ്റും അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ്. അപ്പോൾ 12 മുതൽ 15 വരെയുള്ളതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആ 3 എണ്ണം നല്ലപോലെ അറിയുന്നത് അത് എഴുതുക. അടുത്തത് ശ്രദ്ധിക്കും. അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. जीवन वृत्त पढ़े और अमृता प्रीतम के बारे में एक अनुच्छेद लिखे. ഒരു ജീവൻ വൃത്താണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ജീവൻ വൃത്ത്? ബയോഡേറ്റ, അതായത് നമ്മുടെ കഹാനി ലേഖിക അമൃത പ്രീതമിൻ്റെ ഒരു ബയോഡേറ്റയാണ് കൊടുത്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കാം. നമുക്ക് ശ്രദ്ധിക്കും. नाम अमृता प्रीतम, जन्म 1919, जन्मस्थान गुजरांवाला पंजाब, प्रमुख रचनाएं कहानियों के आंगन में कहानियां नहीं है. पुरस्कार ज्ञानपीठ पुरस्कार 1983,
മൃത്യു 2005. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അമൃത പ്രീതമിനെ പറ്റിയാണ്. ജന്മ കൊടുത്തിട്ടുണ്ട് 1919, ജന്മസ്ഥാൻ പഞ്ചാബിലാണ്. പ്രമുഖ കൃതികൾ കൊടുത്തിട്ടുണ്ട്. പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം 1982 കിട്ടിയിട്ടുണ്ട്. മരിച്ചത് 2000. എങ്ങനെ എഴുതും? അപ്പോൾ നമ്മൾ എന്താണ്, ഒരു പാരഗ്രാഫാണ് എഴുതാനുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതും? अमृता प्रीतम का जन्म 1919 में राजस्थान गुजरात पंजाब में हुआ. पंजाब के किधर? गुजरांवाला ज़िला पंजाब में हुआ. उनकी प्रमुख रचनाएं എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന कहानियों के आंगन में कहानियाँ जो कहानियाँ नहीं है അതൊക്കെ എഴുതണം. പിന്നെ उनको 1982 में क्या है, ज्ञानपीठ पुरस्कार मिला है. മൃത്യു 2005 में उनकी मृत्यु 2005 में हुआ है. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു പാരഗ്രാഫിൻ്റെ രൂപത്തിൽ നിങ്ങൾ എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് അനുച്ഛേദം എഴുതാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിരിക്കില്ല. അപ്പോൾ അത് എഴുതാൻ ശ്രമിക്കുക. അതിനെല്ലാം ചേർത്തിട്ട് ഒരു പാരഗ്രാഫ് ആക്കി വെക്കാനെങ്കിൽ അറ്റ്ലീസ്റ്റ് ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അടുത്തത് ഖാന പീന സാത്ത് ഹെ മർന ജീന സാത്ത് ഹെ സാരി ജിന്ദഗി ദോസ്തി की വിശേഷത पर टिप्पणी लिखी. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഷോലെ എന്ന് പറഞ്ഞ ഫിലിമിലുള്ള ഫേമസ് സോങ് ആണ്. ഇത് അറിയാലോ നിങ്ങൾക്ക്, ദോസ്തി ഷോലെ ഫിലിമിലുള്ളതാണ്. ആനന്ദ് ബക്ഷിയാണ് ഇത് രചിച്ചത്. അപ്പോൾ ആ ഗീതമാണ് ഏ ദോസ്തി हम नहीं ചോടേങ്കേ തോടേങ്കേ ദം മഗർ. അത് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇവിടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് നമുക്ക് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. ഖാന പീന സാത്ത് ഹേ, हम क्या है, खाना और पीना और दोनों साथ है. हमको मालूम है कि हम दोस्त को आपस में प्यार करने वाला है, अच्छी दोस्ती निभाने वाला है. നമുക്കറിയാം എല്ലാ കൂട്ടുകാരും എന്താണ്, സ്കൂളിലായിരുന്നാലും എവിടെ ഇരുന്നാലും നമ്മൾ ഒരുമിച്ചാണ്. എന്ത് കാര്യം ചെയ്താലും ഒരുമിച്ചാണ്. കഴിച്ചാലും കളിച്ചാലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. എന്നാൽ ചില കൂട്ടുകാർ എന്താണ്, എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നവരുമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സെൻറ്റൻസുകൾ അവിടെ എഴുതി വയ്ക്കുക. ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ്. ഫ്രണ്ട്ഷിപ്പ് दोस्ती की विशेषता पर एक दोस्त हमेशा हमारे मददगार होना चाहिए, एक अच्छा चरित्र वाला होना चाहिए, किसी आपत्ति से हमें मदद करने वाला होना चाहिए. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഉത്തമ ഗുണമുള്ളവനായിരിക്കണം, എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ നമ്മൾ സഹായിക്കുന്നവനായിരിക്കണം. അതൊക്കെയാണ് ഒരു ഫ്രണ്ടിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. അടുത്ത ശ്രദ്ധിക്കുക, സൂചന ഗദ്യാംശ പടേ और प्रश्न 16 से 17 के उत्तर लिखे. 16ഉം 17ൻ്റെ ഉത്തരം എഴുതണം. അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ പാരഗ്രാഫ് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. എന്താണ്, भविष्य में हमें विश्राम करना या चैन से नहीं बैठना है, बल्कि निरंतर प्रयास करना है, ताकि हम जो वचन बार बार दोहराते रहते हैं, जिसे हम आज भी दोहराएंगे, उसे पूरा कर सके. भारत की सेवा का अर्थ है लाखों करोड़ों पीड़ितों लोगों की सेवा करना. इसका मतलब है गरीबी और अज्ञानता को मिटाना, बीमारियों और अवसर की असमानता को मिटाना. അപ്പോൾ നിങ്ങൾക്കിത് ഈ പാരഗ്രാഫ് മനസ്സിലായി കാണും. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു അപ്പീലാണ്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ജനങ്ങളോട് അദ്ദേഹം പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം നേടി നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം പോകേണ്ടത് എന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ
മേരെ ഭാരതവാസിയോ എന്ന ആ ലേഖനം അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഭാരത് കി സേവ കാ അർത്ഥ ക്യാ ഹൈ? ഭാരത് കി സേവ കാ അർത്ഥ ക്യാ ഹൈ? ഭാരത് കി സേവ കാ അർത്ഥ ഹൈ ലാഖോം കരോടും പീഡിത ലോകോം കി സേവ കർണ. അതായത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ സേവിക്കുക എന്നതാണ് ഭാരത് കി സേവ കാ അർത്ഥ. ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. അത് 2 മാർക്കാണ്. ഇനി നോക്കിക്കോ, ഒന്ന് ശ്രദ്ധിച്ച്, ഖണ്ഡ് ക സംക്ഷേപൺ കരേ എന്ന് പറഞ്ഞാൽ അതിനെ ചുരുക്കി എഴുതുക. ആ പാരഗ്രാഫിന് എന്താണ്, ഇപ്പോൾ 6 പാരഗ്രാഫിനുണ്ടെങ്കിൽ അതിന് 6 സെൻറ്റൻസ് ഉണ്ടെങ്കിൽ എന്താണ്, അതിനെ വളരെ ചുരുക്കുക. മലയാളത്തിൽ പറഞ്ഞാൽ 1/3 സംഗ്രഹിക്കുക എന്നാണ് അർത്ഥം. അതിനെ വളരെ ചെറുതായിട്ട് എഴുതണം. അപ്പോൾ ഇപ്പം നമ്മൾ ഭാരത് കി സേവ കാ അർത്ഥ ഹൈ ലാഖോം കരോടും പീഡിത ലോകോം കി സേവ കർണ ഹൈ. അപ്പം അത് തന്നെയാണ് അതിൻ്റെ മുഖ്യമായ സെൻറ്റൻസും. അതിനെ കുറച്ചും കൂടെ മാറ്റി എഴുതുക. ഭാരത് കി സേവ കാ അർത്ഥ ഹൈ ലാഖോം കരോടും പീഡിത ലോകോം കി സേവ കർണ ഭാരത് കി സേവ ഹൈ. गरीबी और अज्ञानता को मिटाना. അങ്ങനെ കുറച്ച് വാക്യങ്ങളിൽ കൂടെ മാത്രം അതിൻ്റെ 1/3 തന്നെ സംഗ്രഹിക്കണം. ഇത്രയും വലിയ പാരഗ്രാഫിന് നമ്മൾ അത്രയും രൂപത്തിൽ എഴുതാതെ വളരെ ചെറുതായിട്ട് അതിലുള്ള ഉദാഹരണങ്ങളൊക്കെ ഒഴിവാക്കി, കൂടുതലായിട്ട് വിശദീകരണം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യുക, 1/3 അതിനെ സംഗ്രഹിക്കുക. അതാണ് 6 മാർക്കാണത്. അതുകൊണ്ട് അറിഞ്ഞിട്ടെന്ന് പറഞ്ഞ് വിടരുത്. നിങ്ങൾ മാക്സിമം അതിനെ ചെറുതാക്കി എഴുതുക, നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ചയിലെല്ലാം പറയുന്നതാണ്, നമ്മൾ എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അത് നമുക്ക് അറിഞ്ഞുകൂടെ, നമ്മൾ പഠിക്കാത്ത പാഠമാണ്, അത് നമ്മൾ എഴുതൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. മാർക്ക് കിട്ടണം, A+ ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളത് എഴുതാൻ ശ്രമിക്കുക. അതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സൂചന 18 से 22 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखें. 18 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യനുകളിൽ ഏതെങ്കിലും 3 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ഒഴിവാക്കരുത്. അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 18ാമത്തേത്, ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കൂ നിങ്ങൾ. नवंबर 14 बाल दिवस, इस अवसर पर आपके स्कूल में भाषण प्रतियोगिता आयोजन हो रहा है. നവംബർ 14 ബാൽ ദിവസ്, നിങ്ങളുടെ സ്കൂളിൽ ഒരു ഭാഷണ പ്രതിയോഗിത നടത്താൻ പോവുകയാണ്. അതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷയ് बच्चे कल के भविष्य है, इसके लिए एक പോസ്റ്റർ തയ്യാറാക്കുക. ഇതിനു വേണ്ടി പോസ്റ്ററിൻ്റെ പല ഉദാഹരണങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കണമെന്ന് അവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശാത്മക പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാം. ബच्चे कल के भविष्य है, ഇസ് വിഷയ് പർ ഭാഷൺ പ്രതിയോഗിതയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ വിവരണാത്മക പോസ്റ്ററായിട്ട് എഴുതാം, ഇല്ലെങ്കിൽ സന്ദേശാത്മക പോസ്റ്ററായിട്ട് എഴുതാം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് ഒരു ബോർഡറൊക്കെ വരച്ച് നല്ല നീറ്റായിട്ട് പോസ്റ്റർ എഴുതാൻ ശ്രമിക്കുക. 3x6 മാർക്കാണ്. 3 എഴുതണം, 6 മാർക്കിനാണ്. അപ്പം നമ്മൾ പോസ്റ്റർ എഴുതുമ്പോൾ പോസ്റ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു സ്ഥലം, അത് ഒരു ഡേറ്റ്, എന്താണ് വിഷയം, അത്. അപ്പോൾ ആ പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 6 മാർക്കൊക്കെ കിട്ടും. ആരും ഇങ്ങനെ മാർക്ക് തരാതെ ഇരിക്കുന്ന ടീച്ചർമാരൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ എഴുതാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ പോസ്റ്റർ ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വിഷയം, ഒരു സ്ഥലം എഴുതുക. സർക്കാരി HS ട്രിവാൻഡ്രം എന്നോ അല്ലെങ്കിൽ സർക്കാരി HSS എന്ന് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ സ്ഥലമൊന്നും എഴുതാൻ പോകണ്ട. പബ്ലിക് പരീക്ഷയിൽ ബच्चे कल के भविष्य है വിഷയ് പർ ഭാഷൺ പ്രതിയോഗിത. നവംബർ 14 10 बजे 10:30 बजे ഇവിടെ വെച്ചാണ് സ്കൂൾ സഭാഗർ മേ പിന്നെ സബ്കാ സ്വാഗത്. ഇത്രയും എഴുതി വെച്ച പോസ്റ്ററായി.
അപ്പോൾ നിങ്ങൾ പോസ്റ്റർ ഒഴിവാക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ 19. പദ പടേ ഒരു ഭാവാർത്ഥത്തിലേക്ക് ഇനിയൊരു പദ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. അത് ആർക്കുള്ളതാണെന്ന് നിങ്ങൾ വായിച്ചു നോക്കൂ, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചതാണ്. നമുക്ക് നോക്കാം. സുദ് മുഗ് ദേക്കി ജസോദ ഫൂലി, हर्षित देखी दूध की दंदियाँ, प्रेम मगन तनु की सुधी भूली, बाहिर ते तब नंद बुलाए, देखो दौ सुंदर सुगदाई, तनक तनक सी दूत की दंदियाँ, देखो नयन नयन सुफल करो आई, आनंद आनंद सहित महर तब आए आए मुग आए मुग चिदुवन दोवु नयन नयन अखाई, सुर श्याम किलकर द्विज देखियो मनो कमल पर बिजु ജമായി. അതായത് അവസാനം തന്നെ പറഞ്ഞിട്ടുണ്ട് കവിയുടെ പേര് സൂർദാസ്. സൂർദാസിൻ്റെ പദാവലിയാണ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ സന്ദർഭം വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രീകൃഷ്ണന് ആദ്യത്തെ പല്ല് വന്നപ്പോഴത്തേക്ക് യശോദര നന്ദഗോപരെ വിളിച്ച് കാണിക്കുന്ന അവസരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥമാണ് എഴുതാനുള്ളത്. അങ്ങനെ എഴുതാൻ നമുക്ക് പ്രസ്തുത പദാവലിയാം सूरदास जी का है ये प्रस्तुत पंक्तियों में या प्रस्तुत पद में सूरदास श्री कृष्ण के दंतों पर चर्चा किया है या वर्णन किया है. पहले दांत को देखकर जसोदा बहुत अधिक गुस्सी होती है और नंद को बुलाकर कहती है, और देखो उनका दांत ऐसा है वैसा है, ऐसा वर्णन करते हैं. അപ്പോൾ ഇവിടെ പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് മനസ്സിലായി ഈ ചാൻസ സൂർദാസിൻ്റെതാണ്. ഇവിടെ സന്ദർഭം ഇതാണ്. അതായത് ശ്രീകൃഷ്ണൻ്റെ ആദ്യത്തെ പല്ല് വന്നില്ലേ, ആ പല്ല് എങ്ങനെയാണ്, പാല് പോലെ വെളുത്ത പല്ല്. അപ്പോൾ ആ പല്ല് ആദ്യമായി കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ യശോദരയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു. അവരെന്ത് ചെയ്യുന്നു, നന്ദഗോപരെ വിളിച്ച് കാണിക്കുന്നു. അതാണ് സന്ദർഭം. അടുത്ത ശ്രദ്ധിക്കൂ, 20ാമത്തെ ക്വസ്റ്റ്യൻ. अंग्रेजी खंड पढ़े और हिंदी में अनुवाद करें. ട്രാൻസ്ലേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, വെറുതെ വിട്ടുകളയരുത്, എളുപ്പമുള്ളതാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ അറിയാം, നമുക്ക് കുറേ ടെക്നിക്കൽ വേർഡൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ടെക്നിക്കൽ വേർഡൊക്കെ നിങ്ങൾ പഠിച്ച് വയ്ക്കണം. അപ്പോൾ ആ ടെക്നിക്കൽ വേർഡുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയൊക്കെ ചിലപ്പം ഈ പാരഗ്രാഫിൽ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള ഏതെങ്കിലുമൊക്കെ വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ തരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വേണം ആ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളത് ശ്രമിക്കണം, നിങ്ങളുടെ രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം, എന്നാലേ അതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. ഒഴിവാക്കി കളയരുത്. നമുക്ക് വായിക്കാം. സ്മിത്ത് ദ്രൗപദി മുർമു ഈസ് the 50th President of India. She was born on 20th June 1958 in Odisha. Her father was a farmer. എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മുടെ 15ാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ, ദ്രൗപദി മുർമുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ജനിച്ചത് എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് 20 ജൂൺ 1958 ഒഡീഷയിലാണ്. ഹർ ഫാദർ വാസ് എ ഫാർമർ. എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ശ്രീമതി ദ്രൗപദി മുർമു ഭാരത് की 15वीं राष्ट्रपति है. उसका जन्म 20 जून 1900 अതായത് 1958 में ओडिशा में हुआ. उनके पिता एक കിസാൻ ഫാർമർ എന്ന് പറഞ്ഞാൽ കിസാൻ എന്നാണ്. മനസ്സിലായല്ലോ? അങ്ങനെ എഴുതണം. അടുത്ത നമുക്ക് വീണ്ടും 21ാമത്തെ ക്വസ്റ്റ്യനിൽ വീണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കൂ. ഏത് പാഠത്തിലാണ്?
രാജുവന്തി അതായത് നമ്മുടെ ആ പാഠമാണ് മുർക്കി ഉർഫ് ബുലാക്കി. അമൃത പ്രീതമിൻ്റെ കഥയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ് ശ്രദ്ധിക്കാം. രാജുവന്തി ऐसे रोई जैसे उनकी आंखों में मुर्गी के आंसू मिले हुए थे. मुर्गी के बारे में रजुवंती अपने एक मित्र को पत्र लिखती है. वह पत्र लिखे. അപ്പോൾ ലെറ്റർ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ലെറ്ററിൻ്റെ മോഡൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ലെറ്റർ ഇവിടെ എന്താണ് മിത്രത്തിന് എഴുതുന്ന ലെറ്ററാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, സ്ഥാൻ താരിഖ് വലത് ഭാഗത്തായിട്ട് സ്ഥാൻ താരിഖ് ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഉണ്ടായിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ലെറ്ററിൻ്റെ മാർക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കരുത്. സ്ഥാൻ താരിഖ് എഴുതുന്നു, പിന്നെ എന്താണ് സംബോധന പ്രിയ മിത്രം എഴുതുന്നു, പിന്നെ എന്ത് എഴുതുന്നു ആപ് കൈസേ ഹെ ഹം കുശൽ ഹും മിസ്ലിയെ യഹ് ഖത്ത് ലിഖ് റഹാ ഹും എന്ന് പറഞ്ഞ് നമ്മൾ അപ്പോൾ എന്താണ് ആ വിഷയത്തിലോട്ട് നമ്മൾ പോകണം. എന്താണ് മുർക്കി ഏക് ഷഹരി ലड़के के साथ भाग गई. मैं बहुत अधिक दुख हूँ क्योंकि मुर्गी मेरी बेटी जैसे पाली लड़की एक शहरी लड़के के साथ ഒരു എന്താണ് ഒരു പട്ടണത്തിൽ ചെറുക്കൻ്റെ കൂടെ അതായത് ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയ കാര്യം പറയുന്നു. ഷഹരി ലड़का സരായ് മെയിം ചോടുക്കർ ചലാ ഗയ. അപ്പോൾ അവസാനം അവൻ എന്ത് ചെയ്തു, അവളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഏക് ദയാലു വ്യക്തി സെ രാഹുക ഭാട ലേക്കർ രജുവന്തി കെ പാസ് പहुंची. അവസാനം അവൾ എന്ത് ചെയ്യുന്നു, ഇത് ഒരു വഴിയാത്രക്കാരൻ്റെ സഹായത്തോടു കൂടി ആ പെൺകുട്ടി തിരിച്ച് രജുവന്തിയുടെ അടുത്ത് വരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മിത്രത്തിന് കത്തെഴുതുന്നു. അത് എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അവസാനമായിട്ട് തുമാര പ്രിയ മിത്ര നാം ഹസ്താക്ഷർ പിന്നെ ബോക്സിൽ ഇടതുവശത്തായിട്ട് ബോക്സിൽ സേവാമ ഇത്ര എഴുതണം. അപ്പോൾ ലെറ്ററിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരിക്കണം. പിന്നെ ഈ പോയിന്റുകൾ നിങ്ങളൊന്ന് വിപുലീകരിച്ച് എഴുതാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത് നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. गर्मी की एक सांझ में वह मेरे गेट के सामने खड़ा होकर मुझसे पूछ रहा था, पानी पीजिएगी लेगिगा और സ്കൂട്ടർ വാലെ കെ ബീച്ച് की ബാത്ചീത്തിലേക്ക്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി ഏത് പാഠത്തിലുള്ളതാണെന്ന്. അപ്പോൾ നോക്കൂ, എല്ലാ പാഠവും നമ്മൾ നല്ലപോലെ അരിച്ചു പറക്കി വായിച്ച് മനസ്സിലാക്കിയിട്ട് പോയാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പം നമുക്കുള്ള ഓരോ പാഠങ്ങളും നിങ്ങൾ വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനുള്ളത്. എന്നാലും നിങ്ങൾക്ക് ഇതിലെ ഓരോ സന്ദർഭം മനസ്സിലാവുള്ളൂ. വീണ്ടും ഞാൻ പറയുകയാണ്, ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ചിട്ട് വേണം പോകാനുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്ദർഭം അറിയാൻ പറ്റുള്ളൂ. 80 മാർക്കാണ്. ആ 80 മാർക്ക് നിങ്ങൾ ഒരുവിധമൊക്കെ എഴുതി സുഖമായിട്ട് കിട്ടും. A+ നേടണമെന്ന് ആഗ്രഹമുള്ളവരാണ് എല്ലാവരും പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിച്ചിട്ട് പോവുക. പിന്നെ ജയിക്കാനുള്ള വഴിയെന്ന് വെച്ചാൽ എല്ലാം അറ്റൻഡ് ചെയ്യുക. അതിനുള്ള ചോയ്സ് ഉള്ളത് മാത്രം ഒഴിവാക്കിയിട്ട് എത്രയൊക്കെ എഴുതണമെന്ന് പറഞ്ഞാൽ അതെല്ലാം എഴുതി അറ്റൻഡ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ ഉറപ്പായിട്ട് സാധിക്കും. ജയിക്കുകയല്ല, നല്ല മാർക്കും നിങ്ങൾക്ക് കിട്ടും. അപ്പം വഹ് ഫടക്ക ഹുവ പീർ ഡോക്ടർ രാജ ബുദ്ധിരാജിൻ്റെ എന്താണ് വഹ് ഫടക്ക ഹുവ പീർ എന്ന ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇവിടെ വാർത്താലാഭമാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ലേഖികയുടെ വീടിൻ്റെ ഗേറ്റ് വരെ ചെന്നിട്ട് ഇയാൾ ആയിട്ടുള്ള എന്താണ് പാനി പീജിയേക എന്ന് ചോദിച്ച ആ സന്ദർഭം, വെള്ളം കുടിക്കുന്ന കാര്യം ചോദിച്ചില്ലേ, ലേഖിക ഒരു സ്കൂട്ടർ വരെ. അപ്പം അവിടെ ചെന്നിട്ട് എന്താണ് സംസാരിച്ച ആ കാര്യങ്ങൾ പോയിൻ്റ് ഉണ്ട്. സ്കൂട്ടർ ചലാക്കർ റോട്ടി കമാത്താ ഹൈ. അപ്പോൾ ഇയാൾ പറയണ मैडम हमने रिक्शा चलाकर अपना भूख मिटाते हैं, रोटी कमाते हैं. ആ കാര്യങ്ങളൊക്കെ പറയുന്നതും പിന്നെ എന്താണ് लाखों लोगों की प्रार्थनाओं से वह ग्रेजुएट हो गया. इसके साथ साथ वो पढ़ाई भी करते हैं और ग्रेजुएट हो जाता है. അപ്പോൾ എൻ്റെ ഇടയിൽ റിക്ഷ ഓടിച്ച് ഇയാൾ പഠിക്കുന്നത് ഗ്രാജുവേറ്റ് ആയ കാര്യവും അതൊക്കെയാണ്. പിന്നെ യാത്രികൾക്ക് പാനി പിലാത്താത, പിന്നെ എന്താണ് അയാൾ യാത്രക്കാർക്ക് വെള്ളം കൊടുക്കുന്നു. ആ കാര്യമൊക്കെ വെച്ചുകൊണ്ട് വേണം വാർത്താലാപം എഴുതാനുള്ളത്.
അപ്പോൾ അടുത്ത നോക്കൂ 23 സഹി മിലാൻ കരെ. വളരെ നല്ല ഒരു ക്വസ്റ്റ്യനാണ് അത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടെക്നിക്കൽ വേർഡുകൾ, ആ ഇംഗ്ലീഷ് വേർഡുകളുടെ ഹിന്ദി നിങ്ങൾ പഠിച്ചിട്ട് പോകണം. 8 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അത് ആ ടെക്സ്റ്റ് ബുക്കിൽ എത്ര വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ വായിച്ചിട്ട് പോവുക. പിന്നെ നിങ്ങൾ പുറത്തുള്ള ഇവൻ റെയിൽവേ സ്റ്റേഷനായാലും പോസ്റ്റ് ഓഫീസിലായിരുന്നാലും അവിടെയൊക്കെ ചെല്ലുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന ആ വാക്കുകൾ നോക്കുക. ആ വാക്കുകൾക്ക് അതിൻ്റെ താഴെയായിട്ട് ഹിന്ദിയും കാണും. അങ്ങനത്തെ വാക്കുകൾ, അതിനെയാണ് ടെക്നിക്കൽ ടെർമിനോളജി, പാരിഭാഷിക ശബ്ദാവലി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അതിൽ നിന്നാണ് ചോദിച്ചത്, അതിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ഇവിടെ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്, കണ്ടുപിടിച്ച് എഴുതുക. ആൾജിബ്രയ്ക്ക് ഇവിടെ ചേരുന്നത് എന്താണ്? ആൾജിബ്ര ബീജഗണിതാണ്. പിന്നെ ബ്ലഡ് പ്രഷർ എന്താണ്? രക്തചാപാണ്. കെമിസ്ട്രി എന്താണ്? രസായൻ വിജ്ഞാനം. എനർജി എന്താണ്? ഊർജയാണ്. ജോഗ്രഫി എന്താണ്? ഭൂഗോളാണ്. സാറ്റലൈറ്റ് ഉപഗ്രഹമാണ്, അതിന് ചേർന്ന് ഉപഗ്രഹമാണ്. വാക്സിനേഷൻ ടീക്കാക്കരൻ. സുവോളജി ജന്തുവിജ്ഞാനം. കണ്ടോ, ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് ഇതെല്ലാം. അപ്പം നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ടെക്നിക്കൽ ടെർമിനോളജി, അതായത് പാരിഭാഷിക ശബ്ദാവലി എല്ലാം പഠിച്ചിട്ട് പോവുക. 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷുവറായിട്ടും കിട്ടും. അപ്പോൾ ഉപേക്ഷ വയ്ക്കാതെ എല്ലാവരും അത് നല്ലപോലെ വായിച്ചിട്ട് പോവുക. അടുത്ത സെക്ഷനിലോട്ട് പോകാൻ നമുക്ക് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കൂ. 24 തൊട്ട് 26 ഒക്കെ പ്രശ്നവും മെയിംസ് കിൻഹി ദോക്കെ ഉത്തരലിക്ക. 2 എണ്ണം എഴുതിയാൽ മതി. ശ്രദ്ധിക്കണം, ആ 2 എണ്ണം നിങ്ങൾക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ്? प्रीमियर कंपनी की ओर से एक लैपटॉप बाजार में आया है, इसके लिए एक आकर्षक विज्ञापन तैयार करें. വിജ്ഞാപനം, ഒരു പരസ്യം തയ്യാറാക്കണം. പോയിന്റ് കൊടുത്തിട്ട്. അപ്പോൾ പരസ്യം, നമ്മൾ എന്തെല്ലാം പരസ്യങ്ങളാണ് ഡെയിലി നമ്മൾ ടി വിയിലും പോസ്റ്ററായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വിജ്ഞാപനം തയ്യാറാക്കണം. പ്രീമിയർ കമ്പനിയുടെ പുതിയൊരു ലാപ്ടോപ്പ് വരികയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലൊരു ബോർഡറൊക്കെ വരച്ച്, വേണമെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾക്കൊരു ലാപ്ടോപ്പിൻ്റെ ചിത്രമൊക്കെ വരച്ച്, സമയമൊക്കെ കിട്ടും നിങ്ങൾക്ക്. ഏകദേശം 2 എണ്ണം എഴുതിയാൽ മതിയല്ലോ ആ ഭാഗത്തുള്ള. അപ്പോൾ അങ്ങനെ ചിത്രമൊക്കെ വരയ്ക്കാൻ കഴിയുള്ള ചെറിയൊരു ചിത്രം, ലാപ്ടോപ്പിൻ്റെ ഒരു മോഡലെങ്കിലും വരച്ച് വെച്ചിട്ട് അവിടെ എഴുതി വയ്ക്കുക. എന്താണ് അതിൻ്റെ ഒരു മോഡലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വിജ്ഞാപന പരസ്യമാണ്. അപ്പോൾ നോക്കൂ, അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ലാപ്ടോപ്പിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ട് ആയേ ഖരീദേ അബ് മിലേഗ 3 വർഷ വാറണ്ടി ഏവം ആകർഷിത് ഡിസൈൻ മെയും ലാപ്ടോപ്പ്. ഉണ്ടോ? അങ്ങനെ ഒരു ആശയം അവിടെ കൊടുക്കുക. ആയേ ഖരീദേ, വരൂ വാങ്ങിയാലും. ലാപ്ടോപ്പാണ്. അബ് മിലേഗ, ഇപ്പോൾ കിട്ടും. 3 വർഷ വാറണ്ടിയും പിന്നെ എന്താണ്? ആകർഷകമായ ഡിസൈനിലും ലാപ്ടോപ്പ്. ഹാർഡ് ഡിസ്ക് മുഫ്ത്, അതായത് ഹാർഡ് ഡിസ്ക് ഫ്രീ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വിജ്ഞാപനം നമ്മൾ തയ്യാറാക്കുക. വിജ്ഞാപനം തയ്യാറാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിജ്ഞാപനം ചോദിച്ചാൽ അത് എഴുതുന്നതായിരിക്കും നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അടുത്ത നോക്കൂ. ലേഖക വിശ്വ ഹിന്ദി സമ്മേളനമേയും ഭാഗ് ലേനെ കെ ലിയെ പാരാമാരിബോ പഹുഞ്ചെ. അപ്പം നമ്മുടെ ലേഖകൻ എന്താണ്? വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ വേണ്ടി പോയത് ഹിമാംശു ജോഷി. എവിടെയാണ് പോയത്? പാരാമാരിബോയിൽ പോയ കാര്യം. वहाँ के अनुभवों के आधार पर लेखक ഡയറി लिखा. ഡയറി ഒക്കെ. അപ്പോൾ ഡയറി എഴുതണം. ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വെക്കണം? ഒരു ഡേറ്റ് വെക്കണം. എന്നിട്ട് എന്താണ് ആ സന്ദർഭം, എന്താണ് സമ്മേളനಕ್ಕೆ അനുഭവം, അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം അവിടെ കണ്ട കാഴ്ചകൾ പറയണം. പിന്നെ അദ്ദേഹത്തിന് എന്താണ് അവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതിയും അതേപോലെ ആ സിറ്റിയുടെ കാര്യങ്ങൾ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതാനുള്ളത്. പിന്നെ എന്താണ് സൂരിനാം കി ആബാദി, അവിടെയുള്ള പോപ്പുലേഷനെ പറ്റി. ആബാദി
ഹിന്ദി ഫിലിമും തഥാ സംഗീത കാ യോഗ്ദാൻ. പിന്നെ ഹിന്ദി സിനിമയുടെയും സംഗീതത്തിൻ്റെയൊക്കെ എന്താണ് സംഭാവനകൾ, അതൊക്കെയാണ്. ആ പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ട് വേണം ഡയറി എഴുതാനുള്ളത്. അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്കും ഇന്ന കാര്യങ്ങൾ അദ്ദേഹം കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് ആ അനുഭവങ്ങളാണ് ഡയറിയുടെ രൂപത്തിൽ എഴുതാനുള്ളത്. അത് ആ പോയിന്റുകൾ വിപുലീകരിച്ച് നിങ്ങളൊന്ന് എഴുതിയാൽ മതി. സന്ദർഭം അറിഞ്ഞിരിക്കണം, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം, ഏത് പാഠത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലായല്ലോ. വിശ്വ ഹിന്ദി സമ്മേളനമാണ് അത്. സൂരിനാമയും പെഹ്ലാദിൻ, സൂരിനാമ എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസം. ഹിമാംശു ജോഷിയാണ്. അടുത്ത ബേട്ടി കെ ആസുനാമ ने ബാദ്ഷാഹ് കെ മൻ കോ വിചലിത് കർ ദിയ. അപ്പം ബേട്ടിയുടെ ദുഃഖകരമായ ലെറ്റർ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിചലിത് കർ ദിയ, ദുഃഖിതനാക്കി. ബാദ്ഷാഹ് അപ്പിനി ആത്മകഥാമയും ഇസ്കാ ഉല്ലേഖ് കർത്താ ഹെ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഈ കാര്യം പറയുന്നു. വഹ് ആത്മകഥാംശിലേക്ക്, ആത്മകഥാംശമാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ആത്മകഥ എഴുതുമ്പോൾ മെയിം, മേര, മുജെ അങ്ങനത്തെ വാക്കുകൾ വേണം. അപ്പോൾ ശ്രദ്ധിക്കണം, ആത്മകഥയാണ്. ആത്മകഥയാകുമ്പോൾ എന്താണ്, മെയിം, മേര, മുജെ അങ്ങനെയൊക്കെയാണ് എഴുതാനുള്ളത്. ജീവനില ശ്രദ്ധിക്കണം. അതായത് ആത്മകഥ എന്നുള്ളത് നമ്മൾ സ്വയം എഴുതുന്നത്. അപ്പം നിങ്ങളാണ് ഇപ്പോൾ ബാദ്ഷാഹ്. അപ്പം ബാദ്ഷാഹ് സ്വയം എഴുതിയാണ് ആത്മകഥ. പരിവാർ വാലോം കി സോച്ച്, മേരെ പരിവാർ വാലോനെ മേരെ ലിയെ ഖ്യാൽ കരേങ്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം. ഐസെ കരേങ്കെ മേ ഖായ അയ്യാ പിയ അങ്ങനെ പറയാമല്ലോ. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതണം. പിന്നെ ദില്ലി വാസിയോം കെ പ്രതി ആകുലത, ദില്ലി വാല മേരെ ദില്ലി ലോഗോം കി അബ് ക്യാ ഹാൽ ഹോഗ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുക. ഗത്ത് പഠനെ പർ ഉത്പന്ന ദർദ്, പിന്നെ ബേട്ടിയുടെ ആ ലെറ്റർ വായിക്കുമ്പോൾ ഉണ്ടായ വേദന, അതൊക്കെ പറഞ്ഞ് ആത്മകഥയുടെ രൂപത്തിൽ വേണം അത് എഴുതാനുള്ളത്. അപ്പം ഇത്രയാണ് കൂട്ടുകാരെ. 26 ക്വസ്റ്റ്യനാണ് നമ്മുടെ പരീക്ഷയ്ക്ക് 2023 പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ചിട്ട് പോവുക. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇനിയുള്ള സമയം ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഓരോ പാഠവും ഹൃദ്യസ്ഥമാക്കുക, പോയിന്റുകൾ മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു കഥയാണെങ്കിൽ കഥയുടെ ഏകദേശ സാരാംശം മനസ്സിലാക്കി വയ്ക്കുക, സന്ദർഭങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, പിന്നെ ആരാണ് അത് എഴുതിയത്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ കവിതയാണെങ്കിൽ കവിയുടെ പേര്, പിന്നെ ആ കവിതയിൽ എന്താണ് പറയുന്നത് അതൊക്കെ നോക്കുക. പിന്നെ നമ്മൾ നോക്കിയത് ടെക്നിക്കൽ ടെർമിനോളജി, അതായത് പാരിഭാഷിക ശബ്ദാവലി പഠിച്ചിട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പാതി മാർക്കും കിട്ടിക്കഴിയും. 8 മാർക്കാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കില്ല. അതേപോലെ ഒരു ട്രാൻസ്ലേഷന് തരുന്നത് അതും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും 2024 മാർച്ചിൽ വരുന്ന +2 ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ വളരെ ആയിരിക്കും. 100% ഈസി ആയിരിക്കും. നിങ്ങളാണ് നിങ്ങളുടെ പരീക്ഷ ഈസി ആക്കുന്നത്. അപ്പോൾ എത്ര പഠിച്ചവരായിരുന്നാലും പഠിക്കാത്തവരായിരുന്നാലും എനിക്ക് പറയാനുള്ള ഒരു സജഷൻ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ അറ്റൻഡ് ചെയ്യുക. വികല്പ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ചോയ്സ് ഉള്ളതാണെങ്കിൽ അത് ഒഴിവാക്കുക. എഴുതാൻ പറയുന്ന എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക, എഴുതാൻ ശ്രമിക്കുക. ശ്രമിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബെസ്റ്റ് വിഷസ്. പരീക്ഷ എല്ലാവർക്കും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി.